ചരിത്രം മണലാരണ്യങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നു. പഴയ നിയമത്തിലെ എബ്രഹാമിൽ തുടങ്ങി മോശയിലൂടെ ഒഴുകിയ ഒരു പാരമ്പര്യം. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ദൈവം അവരെ മോചിപ്പിച്ചു. 12 കല്ലുകൾ കൊണ്ട് തീർത്ത യാഗപീഠത്തിൽ മോശ ദൈവത്തിന് ബലിയർപ്പിച്ചു. വിശുദ്ധ നിയമങ്ങൾ കാത്തുസൂക്ഷിക്കാൻ 72 മൂപ്പന്മാരെ അദ്ദേഹം നിയമിച്ചു. എന്നാൽ ആ ചരിത്രത്തിലെ നിർണായക നിമിഷം ഫിനേഹാസിന്റെ ഉദയമായിരുന്നു. ദൈവീക നിയമങ്ങൾക്കായി ജ്വലിച്ച ഫിനേഹാസിന്റെ തീഷ്ണത. ആ തീഷ്ണതയാണ് പിന്നീട് ക്നാനായ എന്ന പേരിൽ ഒരു ജനതയുടെ ആത്മാവായത്. അവർ വിശ്വാസത്തിന്റെ കാവൽക്കാരായി, സീലോട്ടുകളായി. അന്യജാതിക്കാരുമായുള്ള ബന്ധത്തിൽ നിന്ന് ഇസ്രായേലിനെ വിലക്കിയ ഫിനേഹാസ് വംശശുദ്ധിയും ദൈവീക വിശുദ്ധിയും കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം കാണിച്ച ആ തീഷ്ണതയാണ് ക്നാനായ പാരമ്പര്യത്തിന്റെ അടിത്തറ. അന്യരക്തം കലരാതെ സ്വന്തം സമുദായത്തിൽ നിന്ന് മാത്രം വിവാഹം കഴിക്കുന്ന ക്നാനായക്കാരുടെ സ്വവംശ വിവാഹനിഷ്ഠയുടെ ആദിമ മാതൃക ഫിനേഹാസ് തന്നെയായിരുന്നു. നൂറ്റാണ്ടുകൾ കടന്നുപോയി. AD 325 സുറിയാനി ക്രിസ്ത്യാനികളുടെ കേന്ദ്രമായ ഉർഹ, നിഖ്യ സുന്നഹദോസിന് ശേഷം സഭ വലിയ വെല്ലുവിളികൾ നേരിട്ട കാലഘട്ടം. ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ചുള്ള വിവരം കാതോലിക്ക ബാവയ്ക്ക് ഒരു ദൈവീക ദർശനത്തിലൂടെയാണ് ലഭിച്ചത്. വളരെ ദൂരെ ഒരു മനോഹരമായ ദേശത്ത് വിശുദ്ധ തോമാസ് ലീഹ സ്ഥാപിച്ച ക്രിസ്തീയ വിശ്വാസം നേതൃത്വക്കുറവും പീഡനങ്ങളും മൂലം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതായി അദ്ദേഹം ദർശിച്ചു. ഈ ദർശനത്തിന്റെ അർത്ഥം വ്യാഖ്യാനിക്കാൻ പരിചയസമ്പന്നനായ വ്യാപാരിയും സഞ്ചാരിയുമായ ക്നായി തോമായെ മെത്രാൻ വിളിച്ചു വരുത്തി. ദർശനം കേട്ടപ്പോൾ ക്നായി തോമ ഉറപ്പിച്ചു പറഞ്ഞു, ഇത് മറ്റൊന്നുമല്ല, ഇത് മലബാർ ദേശമാണ്. അങ്ങനെ സെലൂക്കിയ ടിസിഫോണിൽ പ്രവർത്തിച്ചിരുന്ന കിഴക്കൻ സിറിയൻ സഭയുടെ നേതൃത്വത്തിൽ ഒരു മഹത്തായ ദൗത്യം രൂപം കൊണ്ടു. ഇന്ത്യയിലെ സഭയെ പുതുജീവനോടെ ഉയർത്തുക. അതായിരുന്നു ആ ദൗത്യം. AD 345 ആ ചരിത്രയാത്ര ആരംഭിക്കുന്നതിന് മുമ്പ്, വിശ്വാസ പ്രഘോഷണവുമായി കടലിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ്, ദക്ഷിണ മെസപ്പൊട്ടേമിയയിൽ നിന്ന് പുറപ്പെട്ട ആ ജനത ടൈഗ്രീസ് നദീതീരത്തെത്തി. പഴയ നിയമത്തിലെ മഹാപ്രവാചകനായ എസ്രായുടെ കല്ലറയ്ക്ക് മുന്നിൽ അവർ തലകുനിച്ച് പ്രാർത്ഥിച്ചു. ഇതൊരു സാധാരണ അനുഗ്രഹയാചനമല്ലായിരുന്നു. അന്യരക്തം കലരാതെ സ്വവംശ വിവാഹനിഷ്ഠയിലൂടെ തങ്ങളുടേതായ യഹൂദ ക്രിസ്ത്യൻ പാരമ്പര്യം തലമുറകളിലൂടെ സംരക്ഷിക്കുമെന്ന ദൈവസന്നിധിയിലെ ഒരു പ്രതിജ്ഞ. വംശശുദ്ധിയുടെ കാവൽക്കാരനായി ചരിത്രത്തിൽ നിലകൊണ്ട എസ്ര, ക്നാനായ പൈതൃകത്തിൻ്റെയും സാംസ്കാരിക മൂല്യങ്ങളുടെയും ജീവന്തമായ പ്രതീകമായി മാറി. അവിടെ നിന്നാണ് പ്രാർത്ഥനയോടെ അനുഗ്രഹത്തോടുകൂടെ അവർ കടലിലേക്കുള്ള വഴി തിരിഞ്ഞത്. ക്നായി തോമന്റെയും എഡേസയിലെ ബിഷപ്പ് ഉർഹാമാർ ജോസഫിന്റെയും നേതൃത്വത്തിൽ 72 കുടുംബങ്ങൾ, ബാഗി, ബെൽക്കൂത്ത്, ഹദായി, ഖൊജ്, കുജാലിക്, മുഗ്മൂത്ത്, തെഗ്മൂത്ത്, 7 പ്രമുഖ ഗോത്രങ്ങൾ, സ്ത്രീകളും കുട്ടികളും വൈദികരുമടക്കം ഏകദേശം 400ഓളം പേർ. 3 കപ്പലുകളിലായി അവർ യാത്ര തിരിച്ചു. പ്രധാന കപ്പലായ ബാബിലോണിയയുടെ 1-ാം കുടിമരത്തിൽ ദാവീദ് രാജാവിൻ്റെ കൊടി, 2-ാമത്തേതിൽ കുരിശടയാളം, 3-ാമത്തേതിൽ ഉർഹായുടെ പതാക. മാതൃരാജ്യം ഉപേക്ഷിച്ച് വിശ്വാസ സംരക്ഷണത്തിനായി അവർ കടലിലേക്ക്. കേരളം, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ചരിത്രവും വിശ്വാസവും കൂടിച്ചേരുന്ന വിശുദ്ധ ഭൂമി. കൊടുങ്ങല്ലൂരിൻ്റെ തീരങ്ങളിൽ കപ്പലെടുക്കുമ്പോൾ കേരള ചക്രവർത്തി ചേരമാൻ പെരുമാൾ അവരെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. സഹോദരൻ രാമവർമ്മയെയും മന്ത്രി വെട്ടത്തുമന്നിനെയും അയച്ച് രാജാവ് അവരെ രാജകീയമായി സ്വീകരിച്ചു. കുംഭമാസം 29-ാം തീയതി, ഒരു ശനിയാഴ്ച, കേരള ചക്രവർത്തി ചേരമാൻ പെരുമാൾ ക്നായി തൊമ്മനും കൂട്ടർക്കും 72 രാജകീയ പദവികൾ നൽകി ആദരിച്ചു. 17 ജാതികൾക്കും മുകളിലായി അവരെ പ്രതിഷ്ഠിച്ചു. ഈ അവകാശങ്ങൾ ചെമ്പുതകിടുകളിൽ, ക്നായി തൊമ്മൻ ചെപ്പേടുകളിൽ ശാശ്വതമായി എഴുതപ്പെട്ടു. അവർക്കായി മഹാദേവർ പട്ടണം നൽകപ്പെട്ടു. അവിടെ അവർ 72 ഭവനങ്ങളും ഒരു പള്ളിയും പണിതു. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് തെക്കുവശത്തായി വസിച്ചതുകൊണ്ട് അവർ തെക്കുംഭാഗർ എന്ന് വിളിക്കപ്പെട്ടു. സ്വന്തം വംശത്തിൽ നിന്ന് മാത്രം വിവാഹം കഴിക്കുന്ന, രക്തശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനത. അബ്രഹാമിൽ തുടങ്ങി
ക്നായി തൊമ്മനിലൂടെ കൈമാറി വന്ന പൈതൃകം. ക്നാനായ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ആ പലായനം. AD 345 വന്നിറങ്ങിയ മണ്ണിൽ അവർ തീർത്തത് ഒരു സുവർണകാലമായിരുന്നു. പക്ഷേ 16-ാം നൂറ്റാണ്ടിലെ കാറ്റും കോളും ആ ചരിത്രം തിരുത്തിയെഴുതി. 1524 കോഴിക്കോട് സാമൂതിരിയും കൊച്ചി രാജാവും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട കാലം. ആ തീയിൽ കൊടുങ്ങല്ലൂരിലെ ക്നാനായ ഭവനങ്ങളും കമ്പോളങ്ങളും വെന്തുനീറി. കച്ചവടം തകർന്നു. പോർച്ചുഗീസുകാരുടെ ഇടപെടലുകൾ കൂടി സഹിക്കാനാവാതെ വന്നപ്പോൾ ജീവനും കൊണ്ടവർക്ക് ആ നാട് വിടേണ്ടി വന്നു. അഭയം തേടി തെക്കോട്ട് നീങ്ങിയ അവർ 5 പ്രധാന ഇടങ്ങളിൽ താവളമുറപ്പിച്ചു. കൊടുങ്ങല്ലൂർ വിട്ട ശേഷം ആദ്യമെത്തിയ ഉദയംപേരൂർ, വടക്കുംകൂർ രാജാക്കന്മാരുടെ തണലിൽ വളർന്ന കടുത്തുരുത്തി, സമുദായത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായി മാറിയ കോട്ടയം, മലയോര വ്യാപാരത്തിൻ്റെ കേന്ദ്രമായ ചുങ്കം, മധ്യ തിരുവിതാംകൂറിലെ കല്ലിശ്ശേരി. ചില പള്ളികളിൽ വടക്കൻ സുറിയാനിക്കാരോടൊപ്പം അവർക്ക് പകുതി ഓഹരിയുമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇവ അഞ്ചരപ്പള്ളികൾ എന്നറിയപ്പെട്ടു. പിന്നീട് 1653 കൂനൻകുരിശ സത്യം സമുദായത്തിന് വലിയൊരു ആഘാതമായി മാറി. വിശ്വാസത്തിൻ്റെ പേരിൽ അവർ രണ്ടായി പിരിഞ്ഞു. ഒരു കൂട്ടർ കത്തോലിക്കാ സഭയോടും മറുവിഭാഗം യാക്കോബായ സഭയോടും ചേർന്നു നിന്നു. എന്നാൽ സഭകൾ രണ്ടായപ്പോഴും രക്തബന്ധം ഒന്നായിരുന്നു. സ്വവംശ വിവാഹം എന്ന നിഷ്ഠയിലൂടെ സഭയ്ക്ക് മുകളിൽ സമുദായത്തെ അവർ ഇന്നും ചേർത്തു പിടിക്കുന്നു. അബ്രഹാമിൽ തുടങ്ങി ക്നായി തൊമ്മനിലൂടെ കൈമാറി വന്ന പൈതൃകം ഇന്ന് കോട്ടയത്ത് നിന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ആ വടവൃക്ഷം പടർന്നു പന്തലിച്ചിരിക്കുന്നു. പക്ഷേ ഏത് വൻകരയിൽ ചേക്കേറുമ്പോഴും അവർ കൂടെ കൂട്ടിയത് പൊന്നും പണവുമല്ല, മറിച്ച് തങ്ങളുടെ പിതാക്കന്മാർ കൈമാറിയ ആചാരങ്ങളും പാട്ടുകളുമാണ്. ലോകത്തിൻ്റെ ഏതറ്റത്താണെങ്കിലും മാർഗം കളിയുടെ താളത്തിലും പുരാതന പാട്ടുകളുടെ ഈരടികളിലും അവർ പഴയ ഉറഹായെ ഓർക്കുന്നു. കാലം എത്ര മാറിയാലും കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊളുത്തിയ ആ പൈതൃകത്തിൻ്റെ കെടാവിളക്ക് അത് തലമുറകളിലൂടെ കൈമാറി ഒരു പ്രാർത്ഥന പോലെ ഇന്നും അവർ നെഞ്ചിലേറ്റുന്നു.